നമസ്കാരം. പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധം. അമേരിക്ക ഇറാന് നേരെ വ്യോമാക്രമണം ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാനും തമ്മിലുള്ള വാക്പോരും സൈനിക പിരിമുറുക്കവും അതിരൂക്ഷമായ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു യുദ്ധത്തിന് കളമൊരുങ്ങുന്ന സൂചനകൾ നൽകിക്കൊണ്ട് ഇറാനെതിരെ അതിശക്തമായ സൈനിക തിരിച്ചടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. പരസ്യ മുന്നറിയിപ്പ് ട്രംപ് കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് നൽകിയിരുന്നു. US ആക്രമണം ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ വരുന്നു. വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ഈജിപ്തിലെ ഡാമിയേറ്റ മെഡിറ്ററേനിയൻ തുറമുഖത്തുണ്ടായ ദുരൂഹമായ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ US-ന്റെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കി. ഈ സംഭവത്തെക്കുറിച്ച് ഔദ്യോഗിക വിശദീകരണം ലഭിച്ചിട്ടുണ്ടെന്നും കാര്യങ്ങൾ തങ്ങൾ ഉടൻ തന്നെ പരിഹരിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇറാനുമേൽ അതിശക്തമായ ആക്രമണം അഴിച്ചുവിടുമെന്ന് വ്യക്തമാക്കിയ US പ്രസിഡന്റ് ഇതൊരു പ്രതികാര നടപടിയാണെന്നും ഇനി തങ്ങളുടെ ഊഴമാണെന്നും പ്രഖ്യാപിച്ചു. ആക്രമണം ഉണ്ടാകുമെന്ന കാര്യം ഇറാൻ ഭരണകൂടത്തിന് നന്നായി അറിയാമെന്നും ഭാവിയിൽ വല്ല കരാറുകളിലും എത്തുവാൻ സാധിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം എന്നും ട്രംപ് പറഞ്ഞു. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലും ഇറാനെ തവിടുപൊടിയാക്കുമെന്നും കനത്ത പ്രഹരം അവർക്ക് നൽകുമെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. അതിനിടെ ഇറാന് ചൈന ആയുധങ്ങൾ കൈമാറുന്നുവെന്ന അന്താരാഷ്ട്ര മാധ്യമ റിപ്പോർട്ടുകൾ അമേരിക്കൻ ഭരണകൂടത്തിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ പ്രതിസന്ധി കൂടുതൽ സങ്കീർണമാക്കിക്കൊണ്ട് തോളിൽ വെച്ച് ഉപയോഗിക്കാവുന്ന 400ഓളം അത്യാധുനിക മിസൈലുകൾ ആഴ്ചകൾക്കകം ചൈന ഇറാനിലേക്ക് അയക്കാൻ പദ്ധതിയിടുന്നുണ്ടെന്നാണ് ഉയർന്നുവരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് തനിക്ക് നൽകിയ വാഗ്ദാനം ലംഘിച്ച് ഇറാൻ ആയുധങ്ങൾ എത്തിച്ചാൽ അത് വലിയ നിരാശയുണ്ടാക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ഷീ ജിൻപിങ് അത്തരം കാര്യങ്ങളിൽ പങ്കാളിയാകില്ലെന്ന് തന്നോട് വ്യക്തിപരമായി ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും അതിൽ നിന്നും വ്യത്യസ്തമായി എന്തെങ്കിലും സംഭവിച്ചാൽ അത് അത്ഭുതപ്പെടുത്തുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരം നീക്കങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് കനത്ത തിരിച്ചടിയാകുമെന്ന ധ്വനിയും ട്രംപ് നൽകുന്നുണ്ട്. അടുത്തിടെ ഇറാന്റെ വെയർഹൌസുകളിലേക്ക് പുതിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എത്തിക്കാൻ ബീജിംഗ് ഒരുങ്ങുന്നതായി CNN ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. തങ്ങളുടെ ആയുധശേഖരം പുതുക്കാൻ വിദേശ പങ്കാളികളുടെ സഹായം തേടുന്ന ഇറാന് ചൈന തുണയാകുമെന്ന സംശയം ഇതോടെ ശക്തമായി. എന്നാൽ ഈ വാർത്തകളെ ട്രംപ് പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല. തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ ചൈനയും റഷ്യയും ഇറാനുമായുള്ള സൈനിക സഹകരണത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണെന്നാണ് താൻ കരുതുന്നതെന്നും ട്രംപ് പറഞ്ഞു. ഇരു രാജ്യങ്ങളും ഇറാന് ആയുധം നൽകുന്നത് അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് ഒട്ടും നല്ലതല്ലെന്ന ശക്തമായ താക്കീതും ട്രംപ് നൽകി. റഷ്യൻ ചൈനീസ് ഇന്റലിജൻസ് ശൃംഖലകൾ അമേരിക്കൻ സൈനിക താവളങ്ങളെ ആക്രമിക്കാൻ ഇറാന് വിവരങ്ങൾ ചോർത്തി നൽകുന്നുണ്ടോ എന്ന് വാഷിംഗ്ടൺ വിശദമായി അന്വേഷിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ പ്രസ്താവനകൾ എന്നതാണ് ശ്രദ്ധേയം. കഴിഞ്ഞ മെയ്യിൽ ബീജിംഗിൽ വെച്ച് നടന്ന ഉച്ചകോടിയിൽ ട്രംപും ഷീ ജിൻപിങ്ങും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിൽ യാതൊരു കാരണവശാലും ഇറാന് സൈനിക സഹായം നൽകില്ലെന്ന് ചൈനീസ് പ്രസിഡന്റ് ഉറപ്പ് നൽകിയിരുന്നതാണ്. യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും അതേ രീതിയിലുള്ള ഉറപ്പ് തനിക്ക് നൽകിയിട്ടുണ്ടെന്നായിരുന്നു ട്രംപിന്റെ അവകാശവാദം. യുക്രൈൻ അമേരിക്ക നേരിട്ട് ആയുധം നൽകുന്നില്ലെന്നും അതെല്ലാം നാറ്റോ രാജ്യങ്ങൾ പൂർണ്ണ തുക വാങ്ങി നൽകുന്നതാണെന്നും പുടിന് കൃത്യമായി അറിയാവുന്നതിനാൽ തന്നെ ഷീ ജിൻപിങ്ങിനെയും വ്ളാദിമിർ പുടിനെയും താൻ വിശ്വസിക്കുന്നെന്നും അവർ തന്നിൽ നിരാശയുണ്ടാക്കുന്ന നീക്കങ്ങൾ നടത്തില്ല എന്നാണ് കരുതുന്നതെന്നുമാണ് ട്രംപ് പറഞ്ഞത്.